നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഈ പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പുസ്തകങ്ങളെക്കുറിച്ചാണ്. വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്, നെയിൽ ഗെയ്മൻ. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, "എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്." വളരെ മനോഹരമായ വാചകമാണത്. അതെ, നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ഒരു സ്വപ്നമാണ് ഒരു പുസ്തകമെന്ന്. കേൾക്കാൻ നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷേ എന്തായിരിക്കും അതിൻ്റെ ഒരു ആഴത്തിലുള്ള അർത്ഥം? ശരിയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഈ പാഠഭാഗങ്ങൾ, അതായത് നമ്മുടെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റ്, പേജസ് ഓഫ് വണ്ടർ, ഒരു പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അത്ഭുതത്തിന്റെ താളുകൾ, നല്ല പേര്. അതെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 62ാം പേജിലെ ആ ചിത്രം നോക്കി തുടങ്ങിയാലോ? ആ ഡോർവേ എന്ന ചിത്രം. കാണുന്നുണ്ട്. കുറേ കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നു. അതെ. നിങ്ങൾക്ക് വായന ഇഷ്ടമാണോ? നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപുസ്തകം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടവിടെ. അപ്പോ വായനയുടെ സന്തോഷത്തെക്കുറിച്ചാണ് ഈ യൂണിറ്റ് എന്ന് വ്യക്തം. തീർച്ചയായും. നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് കടക്കാം. ദ കളർഫുൾ ട്രഷർ, വർണ്ണാഭമായ നിധി. ഞാൻ ആ കഥയുടെ ആദ്യ ഭാഗമൊന്ന് വായിക്കാം. പേജ് 63-ൽ നിന്നാണ്. The colorful treasure. Tears and joy. In a faraway village, children never went to schools. They always wandered here and there. They lived close to a garbage dump. Bright colors peeked out from the trash. Crumpled papers, shiny bottles, and tattered clothes scattered everywhere. The children's laughter rang like bells amidst the garbage, but a sadness lingered in their hearts. അപ്പോ ഇതിലെ സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്കൂളിൽ പോകാത്ത കുറേ കുട്ടികൾ. അവർ താമസിക്കുന്നതെവിടെയാണ്? ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിന്റെ അടുത്ത്. അവർ ദിവസം മുഴുവൻ കളിച്ചും ചിരിച്ചുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ദുഃഖം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എ സാഡ്നെസ് ലിംഗേർഡ് ഇൻ their hearts. അതെ. എന്തായിരിക്കാം ആ ദുഃഖത്തിന് കാരണം? ഒരുപക്ഷേ ആ പുസ്തകത്തിലെ ചോദ്യം ചോദിക്കുന്നത് പോലെ, Do all children get a chance to go to school? What do you think? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ അവസരം കിട്ടുന്നുണ്ടോ? ഇല്ല. ഒരുപക്ഷേ ആ സ്കൂളിൽ പോകാൻ കഴിയാത്തത് തന്നെയാവാം അവരുടെ സങ്കടം. അത് തന്നെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകും. അടുത്ത ഭാഗത്തിന്റെ പേര് എ തേഴ്സ്റ്റ് ടു റീഡ്, വായിക്കാനുള്ള ദാഹം. പേജ് 64. A thirst to read. Every morning, the children saw other children going to school by bus. They wore clean and ironed uniforms. Some of them were reading books, and they never cared for these poor children. The children looked curiously at them. They clutched the crumpled pieces of paper they got from the garbage. Some of them imitated the other children reading. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ശരിയാണ്. എല്ലാ ദിവസവും രാവിലെ സ്കൂൾ ബസ്സിൽ പോകുന്ന മറ്റു കുട്ടികളെ ഇവർ കാണുകയാണ്. അതും വെറുതെ കാണുകയല്ല, ക്യൂരിയസ്ലി, അതായത് വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. അതെ. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയ കടലാസ് കഷ്ണമെടുത്ത് വായിക്കുന്നതായി അനുകരിക്കുന്നു. അതെ, വായിക്കാൻ അറിയില്ലെങ്കിലും വായിക്കുന്നവരെ പോലെ ആകാൻ ശ്രമിക്കുന്നു. അതാണ് വായിക്കാനുള്ള ദാഹം. ആ ഒരു അവസരം കിട്ടാത്തതിലുള്ള വലിയൊരു ആഗ്രഹമാണത് കാണിക്കുന്നതല്ലേ? തീർച്ചയായും. അപ്പോ കഥയുടെ അടുത്ത ഭാഗത്തേക്ക്, ദ ഹിഡൻ ട്രഷർ, ഒളിഞ്ഞിരിക്കുന്ന നിധി. പേജ് 65. The hidden treasure. One day, a woman came there. She wore a red dupatta over a white kurta. The children had never seen her before. They looked at her in wonder. She smiled at the children. Can I sit here for a while? She asked the children, and sat on a broken plastic can. The children were confused and looked at each other. She opened her bag and took out something. അപ്പൊ അവിടേക്ക് പുതിയൊരാള് വരികയാണ്. ഒരു സ്ത്രീ, വെള്ളക്കുർത്തയും ചുവന്ന ദുപ്പട്ടയും ഒക്കെ ധരിച്ച്. അവരുടെ കയ്യിലൊരു ബാഗുമുണ്ട്. കുട്ടികൾക്ക് ആകാംക്ഷയായി, ആരാണ് ഈ സ്ത്രീ, എന്തിനാവും വന്നത്? അതെ, അവരുടെ ബാഗിൽ എന്തായിരിക്കും? ഇതൊക്കെ അവരുടെ ചിന്തകളാണ്. അടുത്ത ഭാഗം, പേജ് 66. We too have names. ഞങ്ങൾക്കും പേരുകളുണ്ട്. We too have names. The children were curious and inched closer.
They were eager to discover the treasures hidden in her bag. The woman revealed a collection of vibrant books, including deep blues, bright yellows, and rich reds. She smiled at them. "Tell me your sweet names." The children looked at each other. Till then, nobody had asked for their names. Mutu, Ninu, Taju. Hesitantly, they uttered their names. They wanted to know her name. Their eyes were asking for it. "Call me Didi," the woman said, pleasantly. നിങ്ങൾ കൊടുക്കുകയല്ല, അല്ല, അവരുടെ പേരുകൾ ചോദിക്കുകയാണ്. കഥയിൽ പറയുന്നുണ്ട്, അതുവരെ ആരും അവരുടെ പേര് ചോദിച്ചിട്ടില്ല എന്ന്. ശരിയാണ്, അതൊരു വലിയ കാര്യമാണ്. അതെ, നിങ്ങൾ വെറും കുട്ടികളല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേരുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എന്നിട്ടാണ് ദീദി പറയുന്നത്, ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണെന്ന്. അതെ, കുട്ടികൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇനി കഥയുടെ അടുത്ത ഭാഗം, വേൾഡ് ഓഫ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളുടെ ലോകം, പേജ് 67. ദീദി പോയി കഴിഞ്ഞപ്പോൾ കുട്ടികൾ ആ പുസ്തകങ്ങൾ ആകാംക്ഷയോടെ മറിച്ചു നോക്കുകയാണ്. അതെ, World of Wonders. "These books are for you," said Didi. "For us?" exclaimed Ninu. The children looked at one another. They began to turn the pages. After some time, Didi said, "Okay, dears, it is time for me to leave. See you, Didi." "See you tomorrow," Didi said and waved at them. The children waved back. They did not wink their eyes until the red dupatta disappeared. The children took the books. Each book was filled with wonderful stories and beautiful illustrations. They were not able to read the stories, but they imagined some stories by looking at the pictures. അത്ഭുതങ്ങളുടെ ലോകം, പേജ് 67. ദീദി പോയി കഴിഞ്ഞപ്പോൾ കുട്ടികൾ ആ പുസ്തകങ്ങൾ ആകാംക്ഷയോടെ മറിച്ചു നോക്കുകയാണ്. അതെ. They looked at the colorful pictures. They saw the sun, the moon, stars, animals, birds. വായിക്കാൻ അറിയില്ല. അറിയില്ല, പക്ഷേ അവരാ ചിത്രങ്ങൾ നോക്കി കഥകൾ ഊഹിച്ചെടുക്കുകയാണ്. ഓരോ പുസ്തകവും അവർക്ക് പുതിയൊരു ലോകം തുറന്നുകൊടുത്തു. അടുത്തത്, അവർ ദീദി, ഞങ്ങളുടെ ദീദി, പേജ് 68. Our Didi. Didi began to come every day. They sat with her and listened to the stories. Wow, what fantastic tales Didi read out to them. Slowly, they began to recognize letters and words. Before long, they were reading stories too. They began to love their Didi deeply. They decided to decorate Didi's seat. They brought a chair, a piece of carpet, and some curtains. By now, Didi's space looked lovely, but Didi did not come. The next day, too, she did not come. The children were worried, yet they continued to wait, but she didn't come. അപ്പോ ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. അവർ ആ പ്രകാരം വായിച്ചു കൊടുക്കാൻ. അതെ. Soon the children started to read and write. പതിയെ പതിയെ അവർ അക്ഷരങ്ങൾ പഠിച്ചു, എഴുതാനും വായിക്കാനും തുടങ്ങി. അവർ ദീദിയെ അത്രയധികം സ്നേഹിക്കാൻ തുടങ്ങി. അവർക്ക് ഇരിക്കാനായിട്ട് ചാക്കൊക്കെ വിരിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച്. അതെ, പക്ഷേ ഒരു ദിവസം ദീദി വന്നില്ല. കുട്ടികൾക്ക് വിഷമമായി. പിന്നീടുള്ള ദിവസങ്ങളിലും ദീദി വന്നില്ല. അപ്പോഴാണ് അടുത്ത ഭാഗം, എ ക്ലൂ, ഒരു സൂചന, പേജ് 69. A clue. One day, in a book, they saw Didi's address written on the last page. They noted it down. Excitedly, they went in search of her. They carried the books with them. By then, the children could read the bus number and its destination. They traveled to Didi's place. They searched for her house from morning to evening, but they could not find it. Tired and sad, they decided to return. Just as they were returning, someone saw a red dupatta on a terrace. They ran to that house. There they saw Didi lying in the bed. She looked very ill. ദീദിയെ കാണാതായപ്പോൾ കുട്ടികൾ വെറുതെ ഇരുന്നില്ല. ഇല്ല. അവർക്ക് ദീദി കൊടുത്ത ഒരു പുസ്തകത്തിൽ നിന്നൊരു തുമ്പ് കിട്ടി. ആ പുസ്തകത്തിന്റെ അവസാനത്തെ പേജിലെ ദീദിയുടെ പേരും വിലാസവും ഉണ്ടായിരുന്നു. അതെ, ഇവിടെയാണ് നമ്മൾ വായനയുടെ യഥാർത്ഥ ശക്തി കാണുന്നത്. ശരിയാണ്. അവർക്കെപ്പോൾ ബസ്സിന്റെ നമ്പർ വായിക്കാനറിയാം. അവർ ആ ബസ്സിൽ കയറി ദീദിയെ അന്വേഷിച്ചു പോകുന്നു. അവർ ദീദിയുടെ വീട് കണ്ടെത്തുന്നത് എങ്ങനെയാണോ? എങ്ങനെയാണ്? ജനലില് ഒരു ചുവന്ന ദുപ്പട്ട ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടിട്ട്. അപ്പോ അവർക്ക് മനസ്സിലായി ദീദിക്ക് അസുഖമാണെന്ന്.
കഥയുടെ അവസാന ഭാഗമാണ് ദ മാജിക് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ മാന്ത്രികത. പേജ് 70. The magic of words. Dee was very happy and surprised to see the children. She sat up on her bed and smiled. The children sat around her and read stories for her. Tears of joy filled Dee's eyes. She hugged and kissed them. She promised to meet them next week. The children returned happily. Now Dee comes every day. You can find them every evening. You can see them laughing, you can hear them reading, you can watch them having so much fun. The children, their Dee, and the books. കുട്ടികളെ കണ്ടപ്പോൾ ദീദിക്ക് ഒരുപാട് സന്തോഷമായി. അതെ. The children sat near Didi and opened a book. They started reading stories for Didi. ആ ഒരു രംഗം എന്തൊരു മനോഹരമാണത്. അതെ. ഒരു കാലത്ത് ദീദി അവർക്ക് കഥകൾ വായിച്ചു കൊടുത്തു. ഇപ്പോ അവർ ദീദിക്ക് വേണ്ടി കഥകൾ വായിക്കുന്നു. സന്തോഷം കൊണ്ട് ദീദിയുടെ കണ്ണ് നിറഞ്ഞു. Tears of joy rolled down her cheeks. ദീദിയുടെ ആ വരവ് അത് ആ കുട്ടികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അതാണ് വാക്കുകളുടെ മാന്ത്രികത. വളരെ നല്ലൊരു കഥ. ഇനി നമുക്ക് ഈ കഥയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ നോക്കിയാലോ? തീർച്ചയായും. പേജ് 71 ഒന്നാമത്തെ ആക്ടിവിറ്റി വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ പോസ്റ്റർ ഉണ്ടാക്കാനാണ്. ആ നല്ലൊരു പ്രവർത്തനമാണ്. ഡൈവ് ഇൻ ടു റീഡിംഗ്, ഡിസ്കവർ ദ മാജിക് എന്നൊരു മാതൃക കൊടുത്തിട്ടുണ്ട്. അതെ. നാഷണൽ റീഡിംഗ് ഡേ ജൂൺ 19 എന്നൊക്കെ ചേർത്താൽ കൂടുതൽ ഭംഗിയാവുമല്ലേ? തീർച്ചയായും. ഇനി പേജ് 72 ആക്ടിവിറ്റി 2 സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളെ കണ്ടപ്പോൾ നുന്നുവിന്റെ ചിന്തകൾ എന്തായിരിക്കും? ആ തോട്ട് ബബിൾ. ഹൗ ലക്കി ദേ ആർ ഗോയിങ് ടു സ്കൂൾ എന്നൊക്കെയാവാം. അവർക്ക് നല്ല യൂണിഫോമുണ്ട്, ബാഗുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അതെ. അടുത്തത് പേജ് 72 തന്നെ ആക്ടിവിറ്റി 3 ക്രമം തെറ്റിക്കൊടുത്ത വാക്കുകൾ ശരിയാക്കി നല്ല വാക്യങ്ങളുണ്ടാക്കണം. ആ ജംബിൾഡ് സെന്റൻസസ്. ഒന്നാമത്തത് വോർ ഷീ ദുപ്പട്ട റെഡ്. അതെ. ഷീ വോർ എ റെഡ് ദുപ്പട്ട. ശരിയാണ്. രണ്ടാമത്തത് പ്രോമിസ്ഡ് ടു ഷീ നെക്സ്റ്റ് വീക്ക് മീറ്റ് ദം. ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അതെ. അങ്ങനെ ബാക്കിയുള്ളതും പൂർത്തിയാക്കാം. പേജ് 73 ആക്ടിവിറ്റി 4 ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായ പ്രപ്പോസിഷൻസ് ഉപയോഗിച്ച് വാക്യങ്ങൾ പൂരിപ്പിക്കണം. ഓവർ, അണ്ടർ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിസൈഡ്, ബിറ്റ്വീൻ. ചിത്രത്തിൽ സ്മിനു ഒരു മേശയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോ സ്മിനു ഈസ് സ്റ്റാൻഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ടേബിൾ. അവളുടെ പന്ത് രണ്ട് മേശകളുടെ ഇടയിലാണ്. ഹർ ബോൾ ഇസ് ബിറ്റ്വീൻ ടു ടേബിൾസ്. പൂച്ച മേശയുടെ അടിയിലും. ദ കാറ്റ് ഇസ് അണ്ടർ ദ ടേബിൾ. അങ്ങനെ. ഇനി പേജ് 74 ആക്ടിവിറ്റി 5 സതി MV എന്നൊരു വായനക്കാരിയെക്കുറിച്ചുള്ള പത്രവാർത്ത വായിച്ച് ഉത്തരവെഴുതാനാണ്. ആ ഇത് വളരെ പ്രചോദനം നൽകുന്ന ഒന്നാണ്. അതെ. 25 വർഷമായി കിടപ്പിലാണെങ്കിലും 2000-ലധികം പുസ്തകങ്ങൾ വായിച്ച ഒരാൾ. അതെ. ആരാണ് സതി? സതിയുടെ പ്രശ്നം എന്തായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ആ വാർത്തയിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താം. വായന എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ സഹായിച്ചത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. അവസാനമായി പേജ് 75 ഒരു ക്രാഫ്റ്റ് കോർണറുണ്ട്. സ്വന്തമായി ഒരു പുസ്തകം ഉണ്ടാക്കാനും ബുക്ക്മാർക്ക് ഉണ്ടാക്കാനും. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമായിരിക്കും അത്. അതെ. ബുക്ക്മാർക്ക് ഉണ്ടാക്കുന്നതിന്റെ ഓരോ ഘട്ടവും ചിത്രങ്ങളായി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ കഥയും പ്രവർത്തനങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു കവിത കേട്ടാലോ? ആവാം. പേജ് 77 ഗുഡ് ബുക്സ്. ഞാൻ അതൊന്ന് ചൊല്ലാം. Good books are friendly things to own. If you are busy, they will wait. They will not call you on the phone or wake you if the hour is late. They stand together row by row, upon the low shelf or the high. But if you're lonesome, this you know, you have a friend or two nearby. The fellowship of books is real. They're never noisy when you're still. They won't disturb you at your meal. They'll comfort you when you are ill. The
lonesome hours they'll always share. When slighted they will not complain, and though for them you've ceased to care, your constant friends they'll still remain. എന്തൊരു സിമ്പിളായിട്ടുള്ള വരികളാണല്ലേ. അതെ, പുസ്തകങ്ങൾ നല്ല കൂട്ടുകാരാണെന്നാ പറയുന്നേ. നമ്മൾ തിരക്കിലാണെങ്കിൽ അവർ കാത്തിരിക്കും, നമ്മളെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തില്ല. അതെ, നമ്മൾ ഉറങ്ങുവാണെങ്കിൽ വിളിച്ചുണർത്തുകയുമില്ല. They'll comfort you when you are ill and cheer you when you're sad. അസുഖമായിരിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കും, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കും. ഒരു യഥാർത്ഥ സുഹൃത്തിനെ പോലെ. അതെ. ഈ കവിതയുമായി ബന്ധപ്പെട്ടും ചില പ്രവർത്തനങ്ങളുണ്ട്. പേജ് 78. ആ, പുസ്തകങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും പട്ടികപ്പെടുത്താൻ. ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചെയ്യാത്ത കാര്യങ്ങളിൽ ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദി ഫോൺ എന്നും കവിതയിൽ നിന്ന് ഇനിയും കണ്ടെത്താം. പിന്നെ റൈമിംഗ് വേർഡ്സ് ചേരുംപടി ചേർക്കാനുണ്ട്. റോ, നോ, ഫോൺ, ഓൺ, വെയിറ്റ്, ലേറ്റ്, അങ്ങനെയല്ലേ? അതെ, ശരിയാണ്. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. പുച്കു എന്നൊരു കുട്ടിയുടെ കഥ. ആ, എ ബുക്ക് ഫോർ പുച്കു, പേജ് 80. Puchku, where are you? Puchku, Puchku, have a bath. Puchku, have your food. Puchku, go to class. Puchku, do your homework. But where is Puchku? Puchku was nowhere to be seen. She was hiding in a corner, reading a book. Puchku loved reading, sitting anywhere, at home, in school, in bed, and even in the park. She loved how letters become words, and words become stories. Books are so much more fun, she tells her friends, Boltu and Dodla. They take me on big adventures. One day, Puchku faced a big problem. She had read all the books on the lower racks of the shelf in the library. "Oh no," Puchku gasped. "What do I do now?" She looked up and saw the upper racks full of books, but they were too high. Then she tried using the chairs, but wibble-wobble. They wouldn't stay still. I have an idea," she called Boltu and Dodla. "Let's make a tower." Boltu stood on Dodla's shoulders and Puchku climbed on top. Wibble, wobble, crash! They tumbled down in a heap, laughing. Just then, the tall librarian saw her. She chuckled and lifted Puchku up to reach the books. "Here you go. Next time, just ask," she said with a smile. "Thank you," Puchku whispered, grabbing a shiny book. She opened it. Whoosh! The words turned into her next big adventure. പുച്കുവിന് വായനയിൽ ഭ്രാന്താണ്. അമ്മ വിളിച്ചാലും അച്ഛൻ വിളിച്ചാലും അവൾ പുസ്തകത്തിന്റെ ലോകത്തായിരിക്കും. അതെ, അവൾ ലൈബ്രറിയിലെ താഴത്തെ തട്ടിലുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർത്തു. അപ്പോൾ അവൾക്ക് മുകളിലത്തെ തട്ടിലെ പുസ്തകങ്ങൾ വേണം. പക്ഷെ കൈയെത്തുന്നുമില്ല. അപ്പോൾ അവൾ ചില സൂത്രപ്പണികൾ ഒപ്പിക്കുകയാണ്. കൂട്ടുകാരെ വെച്ചൊരു ടവർ ഉണ്ടാക്കുന്നു. പക്ഷെ അത് താഴെ വീണു. പിന്നെ കസേരകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചു നോക്കി. അതും പരാജയപ്പെട്ടു. അവസാനം എന്താണുണ്ടായത്? ലൈബ്രേറിയൻ വന്ന് അവളെ എടുത്ത് ഉയർത്തി. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള പുസ്തകം എടുക്കാൻ സഹായിച്ചു. എന്നിട്ട് സ്നേഹത്തോടെ പറഞ്ഞു, അടുത്ത തവണ എന്നോട് ചോദിച്ചാൽ മതിയല്ലോ എന്ന്. പുതിയ പുസ്തകം കിട്ടിയപ്പോ പുച്കു അടുത്ത സാഹസിക ലോകത്തേക്ക് കടന്നു എന്ന് പറഞ്ഞാണ് കഥ തീരുന്നത്. ഓരോ പുസ്തകവും ഓരോ സാഹസിക യാത്രയാണെന്ന സന്ദേശമല്ലേ? അതെ. ഈ യൂണിറ്റിലെ അവസാനത്തെ പ്രവർത്തനം പേജ് 85 ഒരു പിക്ചർ സ്റ്റോറി കാർഡാണ്. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് വച്ച് ഒരു കഥയുണ്ടാക്കണം. അനൂപ ഇൻ വണ്ടർലാൻഡ് എന്നൊരു മാതൃകയും കൊടുത്തിട്ടുണ്ട്. അതെ, ചിത്രങ്ങൾ നോക്കി സ്വന്തമായി ഭാവനയിൽ ഒരു കഥയുണ്ടാക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോ അവസാനിപ്പിക്കാം. തീർച്ചയായും. നന്ദി.